നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ ഓസ്ട്രേലിയയും പാഠം പഠിച്ചിരിക്കുകയാണ്. ഇറാന്റെ അംബാസഡറും അതോടൊപ്പം തന്നെ 3 ഹൈ പ്രൊഫൈൽ ഡിപ്ലോമാറ്റ്സുകളെയും ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആലോചിക്കണം, ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ സ്വദേശത്തെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. അംബാസഡറെയും 3 ഉദ്യോഗസ്ഥരോടും ഒരാഴ്ച സമയം കൊടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഓസ്ട്രേലിയൻ മണ്ണില് തീവ്രവാദ പ്രവർത്തനത്തിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയ അംബാസഡർ പുറത്താക്കിയിരിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രേലിയ ഇതുവരെ ചെയ്യാത്ത അത്രയും കഠിനമായ നടപടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നോർത്ത് കൊറിയയ്ക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ അല്ലെങ്കിൽ ആർക്കെതിരും ചെയ്യാൻ നടപടി മടുത്തിരിക്കുകയാണ്. ഈ സെയിം സംഭവമാണ് ഇസ്രായേൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് എല്ലാ രാജ്യങ്ങളും നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളും, ഇപ്പോൾ ഫ്രാൻസ് ആയാലും കാനഡ ആയാലും ബ്രിട്ടൻ ആയാലും ഓസ്ട്രേലിയയൊക്കെ പാലസ്തീൻ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കാൻ നിർബന്ധിതമാകുക. എന്താ കാരണം? ഞാൻ മുമ്പും പറഞ്ഞതാണ്, അവരുടെ തെരുവുകളുടെ മുകളിൽ അവർക്ക് കൺട്രോൾ ഇല്ല. അഴിഞ്ഞാട്ടമാണ് അഴിഞ്ഞാട്ടം. അവസാനം ഓസ്ട്രേലിയ വടിയെടുത്തു, കൈത്തേ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. രൂക്ഷമായ ഭാഷയിലാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസ് പ്രതികരിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മണ്ണില് അവരുടെ പൗരന്മാരുടെ ജീവന് ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആളുകളെ കണ്ടെത്തുന്നു, പുറത്താക്കുന്നു. ചിന്തിച്ചു നോക്കുക, ഇറാനും ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നോടിപ്പോയി. പിന്മാറിയപ്പോൾ 10,000 കിലോമീറ്ററുകൾക്ക് അകലെ ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലുമാണ് പകരം ചോദിക്കുകയാണ് IRGC. ഓസ്ട്രേലിയ മെൽബണിലെയും സിഡ്നിയിലെയും ജൂവിഷ് മൊണാസ്ട്രികൾക്കും ജൂവിഷ് കേന്ദ്രങ്ങൾക്കും അതുപോലൊപ്പം തന്നെ ജൂതന്മാരുടെ കടകൾക്കുമെതിരെ ആക്രമണം, പെട്രോൾ ബോംബ് എറിഞ്ഞിരിക്കുകയാണ്. അവർ നശിപ്പിക്കുകയാണ്. ഇത് ഓസ്ട്രേലിയ മാത്രമല്ല, ജർമ്മനിയിലും ഫ്രാൻസിലും ലണ്ടനിലും എല്ലാം ഉണ്ട്. പുറത്തു വരാൻ സാധിക്കുന്നില്ല, കാരണം തെരുവുകളുടെ മുകളിൽ അവർക്ക് കൺട്രോൾ ഇല്ല. പക്ഷേ ഓസ്ട്രേലിയ വടിയെടുത്തിരിക്കുകയാണ്. കാരണം സേവ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന മൂവ്മെന്റ് ഈ 31-ാം തീയതി മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ് വെള്ളക്കാര്. സേവ് ഓസ്ട്രേലിയ, സേവ് UK, സേവ് ബെൽജിയം, എല്ലായിടത്തും സേവ്. സായിമാർക്ക് മനസ്സിലായിരിക്കുകയാണ് ഇനി കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. IRGC എന്ന് പറയുന്ന റവല്യൂഷണറി ഗാർഡ്, ഈ ഗാർഡ് എന്ന് പറയുന്ന ഒരു പാരലൽ ഗവൺമെന്റ് ആണ് ഇറാനിലെ. അവർക്ക് ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ്, അവർക്ക് നേവി, എയർഫോഴ്സ് എല്ലാം ഉണ്ട്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാൻ ഇസ്ലാമിക് റെജീം, അതായത് 79-ൽ കടന്നു വന്നിരിക്കുന്ന അയത്തുള്ളയുടെ റെജീം അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അവരുടെ മെയിൻ ഉദ്ദേശം അതാണ്. ഫണ്ടുകൾ കൊടുക്കുക. അവരുടെ പ്രോക്സിയാണ് ആര്? ഹിസ്ബുള്ള, ഹമാസ് എല്ലാം. നമുക്ക് എല്ലാവർക്കും ഇതിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മൾ പലരും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവസാനം വടിയെടുത്തിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? ഓപ്പറേഷൻ എങ്ങനെയാണ്? അംബാസഡർക്ക് എങ്ങനെ നേരിട്ട് ബന്ധം വരുന്നു? വേറൊന്നുമല്ല, യൂണിവേഴ്സിറ്റികൾ ടാർഗറ്റ് ചെയ്യുക, കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുക. അപ്പൊ അമേരിക്കയിൽ 2 മാസം മുമ്പ് സ്റ്റുഡന്റ് വിസ നിരോധിച്ചു. സ്റ്റുഡന്റ് വിസ കൊടുക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡന്റിന്റെ വിസയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ഏജന്റ് കംപ്ലീറ്റ്ലി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ എല്ലാം പഠിക്കും. കാരണം നുഴഞ്ഞു കയറി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ്. ഓക്കെ, പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി എല്ലാത്തിനും ടെന്റ് അടിച്ച് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് കോളേജുകളൊന്നും നടക്കുന്നില്ല. പഠിപ്പ് എന്താണ് നടക്കുന്നത്? പഠിപ്പ് മുടക്ക് മാത്രം. അതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് യൂത്തിന്. ഇത് മനസ്സിലാക്കി. അവിടെയാണ് ഈ പറഞ്ഞ IRGC യൂത്തിന് ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഇറാനിയൻ സംഘടനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പണ്ട് ഇറാനിൽ നിന്ന് കുടിയേറി ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് പോയ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരെ കൂടെ പ്രോ പാലസ്തീൻ മൂവ്മെന്റ് കൊണ്ടുവന്ന് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർക്കുക. തരക്കേടില്ലാത്ത പോകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. വലിയ അലമ്പൊന്നുമില്ല. പക്ഷെ അവിടെ സൈബർ ഇറങ്ങിയിരിക്കുകയാണ്, സേവ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ വീണ്ടും മലയാളികളോട് പറയുകയാണ്, സൂക്ഷിച്ചോ നിങ്ങളും. കാരണം നമ്മുടെയൊക്കെ സ്കിൻ ഒരേപോലെയാണ്. ഓക്കെ, അവരുടെ മുമ്പിൽ നമ്മളെല്ലാം ഏഷ്യക്കാരാണ് സാഹിബിന് മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൂക്ഷിക്കണം. കാരണം അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം AI വന്നോടെ, AIയുടെ വരവോട് ഒരുപാട് ജോലികൾ, മിഡിൽ ക്ലാസ് ആളുകളുടെ ജോലികൾ, ഒട്ടുമിക്ക ജോലിയും ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുകയാണ്. കാരണം മിഡിൽ ലെവൽ ആൾക്കാർ, അതായത് പലർക്കും രണ്ടറ്റം മുട്ടാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവര് കാണുന്നവരെല്ലാവരും അവർ ടാർഗറ്റ് ചെയ്യും. എല്ലാവരും ശത്രു മനോഭാവത്തെയാണ്. കാരണം വളരെ സുഖകരമായി ജീവിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ആലോചിച്ച് നോക്കുക, അവിടെ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടേക്ക് നുഴഞ്ഞു കയറി എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? ഇത്രയും ബോൾഡായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഓസ്ട്രേലിയ എടുത്തിരിക്കുന്നത്. ഇത്രയും ബോൾഡാണ്. വരും ദിവസങ്ങളിൽ വരും പ്രഖ്യാപനങ്ങൾ അറിയാം. ഇറാൻ എന്തായാലും പ്രത്യേകിച്ചും പറയാൻ പോകുന്നില്ല. പക്ഷേ
പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകളുടെ മുകളിൽ ടാർഗറ്റ് ചെയ്യുന്നത്? ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് ഹോസ്പിറ്റൽ കാര്യം? ഇന്നലെ ഇസ്രായേല് ഒരു ഹോസ്പിറ്റൽ തകർത്തപ്പോൾ 5-10 പത്രക്കാർ മരിച്ചുപോയി. എന്താണ് പത്രക്കാർക്ക് ഈ ഹോസ്പിറ്റൽ കാര്യം? ഓക്കെ, വല്ല മുറിവ് വെച്ച് കെട്ടാൻ പോയി എന്നല്ലാതെ അവർ എന്തിനാ അവിടെ കൂടിയിരിക്കുന്നത്? എന്താ കാരണം? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടെയുള്ളൂ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ. ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാത്രമേ, ബോർഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പല യൂണിവേഴ്സിറ്റികൾ കാണാം, ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി. കോളേജ് ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല. അതേപോലെ ഹോസ്പിറ്റൽ എന്നുള്ള പേരുണ്ട്, ഡോക്ടർ ഒന്നും കാണില്ല. ഉള്ളിലേക്ക് ഇരിക്കുന്നത് ഇവരൊക്കെയാണ്. ഇവരിരുന്നിട്ട് ഇവർക്ക് എനർജി, നെറ്റ്, വൈഫൈ അവിടെ നിന്നാണ് കിട്ടുന്നത്. കാരണം അടിയിലാണ് ഇരിക്കുന്ന എല്ലാ ബങ്കറെല്ലാം. ലോകം മനസ്സിലായിക്കൊണ്ട് വരികയാണ്. ആദ്യ നടപടി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്താണ്. കാരണം ഇസ്രായേലല്ല, ഓസ്ട്രേലിയ ശരിയായ നടപടി എടുത്തിരിക്കുകയാണ്.